നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി അതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. അളഗപ്പ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. കോളേജ് അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ബാനർ അഴിച്ചുമാറ്റുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. വാർത്തകൾ വിശദമായി. ചാലക്കുടി അതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. ഇന്നലെ രാത്രിയോടെയാണ് കാട്ടാനക്കൂട്ടം വീടിനുള്ളിൽ കയറി ആക്രമണം അഴിച്ചുവിട്ടത്. രാവിലെ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് വീട് ആന ആക്രമിച്ച വിവരം മനസ്സിലാക്കുന്നത്. ഇവരാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. പല ഉപകരണങ്ങളും വീട്ടുപയോഗത്തിനുള്ള സാധനങ്ങളും നശിപ്പിച്ച നിലയിലാണ്. ഫർണിച്ചറുകളും മറ്റും തകർത്തിട്ടുണ്ട്. കാട്ടാനക്കൂട്ടം വീടിനകത്ത് കയറിയ സമയത്ത് ഇവിടെ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ മനുഷ്യർക്ക് അപായമുണ്ടായിട്ടില്ല. പ്ലാന്റേഷൻ തോട്ടത്തിനോട് ചേർന്നാണ് ഈ വീടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ 3 കെട്ടിടങ്ങൾ കൂടി ആനകൾ തകർത്തിരുന്നു. ഇത് ആവർത്തിച്ചു വരുന്ന കനത്ത ആശങ്കയാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. അളഗപ്പ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. തിങ്കളാഴ്ച രാവിലെയാണ് ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് എന്നും കൊന്നതാണ് SFI എന്നും എഴുതിയ ബാനർ പ്രവേശന കവാടത്തിൽ കെട്ടിയിരുന്നത്. കോളേജ് അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ബാനർ അഴിച്ചുമാറ്റുകയായിരുന്നു. ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ വിദ്യാർത്ഥികളും നേതാക്കളും പോലീസുമായി വാക്കേറ്റം നടന്നു. തുടർന്ന് കോളേജ് അധികൃതരും പോലീസും നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോവുകയായിരുന്നു. ആരുടെയും ബാനറുകൾ ഇനി മുതൽ കോളേജ് കവാടത്തിന് കുറുകെ സ്ഥാപിക്കാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. ഇന്ന് നടന്ന SSLC ഹയർ സെക്കൻഡറി യൂണിവേഴ്സിറ്റി പരീക്ഷകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മത്സ്യകൃഷിയിലെ സർക്കാർ സഹായം പ്രയോജനപ്പെടുത്തണം ET ടൈസൺ MLA. സംസ്ഥാന സർക്കാരിന്റെ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായും കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും സംയുക്തമായി നടപ്പാക്കിയ മത്സ്യക്കൂട് കൃഷിയിലെ കാളാഞ്ചി കരിമീൻ മത്സ്യങ്ങളുടെ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇത്തരം പദ്ധതിയിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും വിഷരഹിത മത്സ്യങ്ങളെ വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതപറമ്പ് കനോലിക്കടവിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ആദ്യ വിൽപ്പന നടത്തി. TP രഘുനാഥ്, സതീഷ് കുമാർ, ഫിഷറീസ് പ്രൊമോട്ടർമാരായ രജിത, സിമ്മി, മത്സ്യകർഷകരായ ഷമീർ പതിയാശ്ശേരി, EK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ററാക്റ്റീവ് ബോർഡിന്റെയും സ്മാർട്ട് ക്ലാസിന്റെയും ഉദ്ഘാടനം നടന്നു. ഫെഡറൽ ബാങ്കിന്റെ സബ്സിഡിയറി കമ്പനിയായ ഫെഡ്സർവിന്റെ CSR ഫണ്ടിൽ നിന്നുമാണ് സ്കൂളിന് ഇന്ററാക്റ്റീവ് ബോർഡും സ്മാർട്ട് ക്ലാസും ലഭ്യമായത്. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ക്ലിപ്പി കളപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ഫെഡ്സർവ് പ്രസിഡന്റും ഡയറക്ടറുമായ പ്രശാന്ത് പ്രേമൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ KA വർഗീസ്, ഫെഡ്സർവ് HR മാനേജർ KM വരുൺ, കമ്പനി സെക്രട്ടറി അനിൽ, മാനേജ്മെന്റ് പ്രതിനിധികളായ വർഗീസ് വടക്കൻ, ഡേവിസ് ടൈറ്റസ്, VO ആനിസ് എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻകോട്ട സെന്റ് മേരീസ് LPU സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. കോട്ടപ്പുറം രൂപത കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ജനറൽ മാനേജർ ഫാദർ ഷിജു കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്കറിയാം, അധികം കുട്ടികളൊന്നും ഇപ്പോൾ കുടുംബങ്ങളിലില്ല. പക്ഷെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നൊരു കാര്യം, നമ്മുടെ LKGയിലേക്ക് 15 കുട്ടികളാണ് ഈ വർഷം എത്തിയിട്ടുള്ളത്.
അപ്പൊ അതൊരു വലിയൊരു വിശ്വാസം ഈ സ്കൂളിനെ കുറിച്ച് മാതാപിതാക്കന്മാരില് സൃഷ്ടിച്ചെടുക്കാൻ ഇവിടുത്തെ പ്രധാന അധ്യാപിക, ഡാൻസ് ടീച്ചർക്കും ടീച്ചർമാർക്കും ഒപ്പം PTA-ക്കും മാനേജ്മെന്റിനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രത്യേകമായി ഡാൻസ് ടീച്ചറിനെയും ടീച്ചർമാരെയും ഞാൻ അഭിനന്ദിക്കാം. തീർച്ചയായിട്ടും നല്ലൊരു പഠനം നടക്കുമ്പോഴാണ്, നല്ലൊരു വിദ്യാഭ്യാസം നടക്കുമ്പോഴാണ്, കുട്ടികളുടെ സമഗ്ര വളർച്ച നടക്കുമ്പോഴാണ് അവിടേക്ക് കുട്ടികളെ കൊണ്ടുവന്നാക്കാൻ മാതാപിതാക്കന്മാർ തയ്യാറാകുന്നത്. PTA പ്രസിഡന്റ് അഞ്ജു P. ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഗിൽബർട്ട് തച്ചേരി, ഫാദർ സിബിൻ കല്ലറിക്കൽ, വാർഡ് മെമ്പർ പ്രിയ ജോഷി, സ്കൂൾ ലീഡർ KS അൽവിദ, രാജേഷ് കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള കോട്ടമറി സെന്റ് തെരാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടൂറിസം ക്ലബ്ബ് ആരംഭിച്ചു. മുസിരീസ് പ്രൊജക്ട് മാനേജർ സജന വസന്തരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളുടെ ഈ ചേന്നമംഗലം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചേന്നമംഗലം തൊട്ട് മതിലകം വരെയുള്ള ഏരിയ ഉണ്ട്. ഈ ഏരിയയിലുള്ള പൈതൃകത്തെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി 2007 കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് മുസിരീസ് പൈതൃക പദ്ധതി. ഈ പൈതൃക പദ്ധതിയിൽ ഏകദേശം ഒരു 29 മ്യൂസിയങ്ങൾ, 7 സൈറ്റ് മ്യൂസിയങ്ങൾ എല്ലാം കൂടി പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ കൂടുതലും കുട്ടികളെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതുപോലുള്ള ടൂറിസം ക്ലബ്ബുകളും സ്കൂൾ കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും ഇതിൽ ഞങ്ങളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കോളേജ് കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ അവർക്ക് ടൂർ പോകാനും, സാർ പറഞ്ഞ പോലെ കുറേ ഒച്ച വയ്ക്കാനും, ഫുഡ് അങ്ങനെയുള്ള താല്പര്യമാണ് ഇപ്പോൾ കോളേജ് കുട്ടികൾക്ക്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV പോളി അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി, ടൂറിസം ക്ലബ്ബ് പ്രോഗ്രാം മാനേജർ BV ജോബി, റഷീദ് റഹ്മാൻ, AR ചന്ദ്രബോസ്, കൊച്ചുദ്രസ്യ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ചാലക്കുടി അതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന ആക്രമിച്ചത്. അളഗപ്പ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. കോളേജ് അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ബാനർ അഴിച്ചുമാറ്റുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയ്ക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസ് നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.